ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലാണ്. വെളുപ്പിന് 3 മണിക്ക് എണീറ്റ് ഞങ്ങളിവിടെ നിർമ്മാല്യം തൊഴാൻ വന്നതാണ്. വേറൊന്നുമല്ല, എല്ലാവരുടെയും സ്വപ്നമല്ലേ വീടെന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടെന്ന സ്വപ്നവും സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറ്റിയടിക്കാനും പിന്നെന്താ കല്ലിടാനും ഒക്കെയുള്ള ഡേറ്റ് കുറിക്കണം. അപ്പം ഇന്ന് ഞങ്ങൾ അതിനു വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളിതാ ഡേറ്റ് കുറിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. രാവിലത്തെ ഉറക്കം മൊത്തം അഭിലാഷമായിട്ട് ഇപ്പം ഇരുന്ന് ഉറങ്ങി തീർക്കുകയാണ്. ഗായ്സ്, അങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ നമ്മൾ പോവുകയാണ്. ഞാനും അമ്മൂസും കൂടെ. നമ്മുടെ വീട് വയ്ക്കാൻ പോകുന്ന സ്ഥലം ഇതാണ്. നമ്മുടെ അമ്മൂസിൻ്റെ ഫ്ലോട്ടാണ്. ഇവിടെ ഫുള്ളൊരു സ്ലോപ്പാണ് നിലവിൽ അങ്ങോട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ JCB ഒക്കെ വന്നതെല്ലാം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷമായിരിക്കും ബാക്കി പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇതാണ് നമ്മുടെ വസ്തു. ഇവിടെയാണ് നമ്മൾ വീട് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് മൊത്തം 10 സെൻറ്റാണ്. ഇതിൽ ഫുള്ള് റബ്ബറായിരുന്നു നിന്നേ. അപ്പം വീട്ടിൻ്റെ മണ്ടയ്ക്ക് റബ്ബർ ചാഞ്ഞ് ആകെ സീനായതുകൊണ്ടാണ് റബ്ബർ മുറിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ തന്നെ വീട് വെച്ചാലോ എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് വന്നത്. അതിനു മുന്നേ അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ലായിരുന്നു. വേറെ വസ്തു ഞങ്ങൾക്കില്ല. അപ്പോൾ എവിടെയെങ്കിലും വസ്തു വാങ്ങിച്ച് വീട് വയ്ക്കുക എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ അത് എമൗണ്ട് നമ്മുടെ കയ്യിലൊന്നും ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കില്ല. അങ്ങനെയാണ് റബ്ബർ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ പിന്നെ വെച്ചാൽ എന്താ എന്നുള്ളൊരു പ്ലാനിങ് വന്നത്. കാരണം ഇത് ഫുള്ള് ചുറ്റും റബ്ബറായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഒട്ടുമേ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ വീട് വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഇനിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാലാവസ്ഥ വളരെ മോശമായിരുന്നു ഗൈസ്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ആദ്യം അനുഭവപ്പെട്ടു. പക്ഷെ ഞങ്ങളുടെ 2 പേരുടെയും ജാതകം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ടൈമിൽ പണി തുടങ്ങിയില്ല എന്നുണ്ടേ പിന്നെ ചിങ്ങത്തിലേ സമയം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് മിഥുനം ലാസ്റ്റ് ആ ഒരു ടൈമാണ്. ഇനി കുറച്ച് ഡേയ്സ് കൂടെ കഴിഞ്ഞാൽ കർക്കിടകം തുടങ്ങും. പിന്നെ കർക്കിടകത്തിൽ നല്ല കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ലല്ലോ. അത് കഴിഞ്ഞാൽ ചിങ്ങത്തിലേ ടൈമുള്ളൂ, നീണ്ടുപോകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മഴയത്ത് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷെ ആകെ ഒരു ചെളിപ്പരിവാണ്. ഗായ്സ്, അങ്ങനെ ഇന്നാണ് നമ്മുടെ വീട്ടിൽ കുറ്റി വയ്ക്കുന്ന ദിവസം വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ എണീറ്റ് കോവിലൊക്കെ പോയി. അതൊക്കെ വന്നിട്ട് അവിടത്തേക്ക് വേണ്ടി ചാണകം എടുക്കാൻ വേണ്ടി പോയതാണ് ഗൈസ്. ഇനി നേരെ വീട്ടിലോട്ട് പോയിട്ട് JCB നിരത്തി ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോകാം ഗായ്സ്. അങ്ങനെ ചാണകം കൊണ്ട് നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. മഞ്ഞത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചാണകം മക്കളെ. കൊച്ചിൻ്റെ അടുത്ത് രാവിലെ ചാണകം. എന്തിന് നമ്മള് വീടവിടെ മക്കളെ വയ്ക്കണേ? കാണിച്ചോട്. വീടവിടെ വയ്ക്കാൻ പോണേ? എവിടെ? അങ്ങനെ നമ്മളിന്ന് കുറ്റിയടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ JCB റെഡിയാക്കിയ നമ്മുടെ പ്രോപ്പർട്ടി. ഇവിടെ നല്ല ഊറ്റുണ്ട്. അതിൻ്റെ സൊല്യൂഷനൊക്കെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുള്ളത്, നമ്മുടെ വീട് നമ്മൾ കോൺട്രാക്റ്റാണ് കൊടുത്തിരിക്കണത് കേട്ടോ. ഫുള്ള് ഒരു 1000 സ്ക്വയർ ഫീറ്റിനകത്താണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കണേ. ഇപ്പം മുകളിലത്തെ നില ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടില്ല. അവിടെ എന്തെങ്കിലും എന്റെ കല്ലുറക്കി നടത്താൻ പ്രായത്തുണ്ട്. വേണ്ട അവര് നല്ലൊരു പാർക്ക് ഉണ്ടാക്കി.
സമയമായില്ലേ കറക്റ്റ് ഒന്നോടെ നോക്കിയാ ഇനി അടിക്കാൻ വേണ്ട നീ ഇവിടെ ഇനി അടിക്കാനുള്ളൂ വേറെ ചിലപ്പോൾ നാളെ സാധനം ഇറങ്ങും, ചിലപ്പോൾ നാളെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓ ശരി ശരി ശരി, ഞാൻ വിളിക്കാം ഒരു അത്യാവശ്യം വിളിക്കാം. ശരി. അവിടെ ഒരു 3 വെട്ട് വെട്ടി മണ്ണിനകത്തിട്ട് കുറ്റിയെടുക്കും. അപ്പുറത്തിറങ്ങിയിട്ട് 3 വെട്ട് വെട്ടി ഒരു വെട്ടിലെടുത്തോളൂ. ഒരു കുറ്റിയെ മൂട്ടിലും കൊണ്ട് കിട്ടും. കുറ്റിയെ മൂട്ടല്ല, അതിൻ്റെ കണക്ക് മതി. ശരി, ആ കുറ്റിയെ പോയി പോയി കിട്ടും. അത്രയും അടിച്ച് താത്ത വെച്ച കുറ്റിയാണെന്ന് എടുക്കാൻ പോയി ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമുക്കിനി ചിങ്ങത്തിലെ ടൈമുള്ളൂ. അപ്പോഴേ ഈ മിഥുനത്തിൽ തന്നെ, ഇതിപ്പം മിഥുനം ലാസ്റ്റ് ടൈം, മിഥുനത്തിൽ തന്നെ നമുക്ക് കുറ്റിയടിക്കുകയും വേണം, കല്ലിടുകയും വേണം. സോ കുറ്റിയടിച്ചതിൻ്റെ അവിടെയായിട്ട്, അതായത് നമ്മുടെ കന്നി മൂലയിൽ ഒരു എൽ ഷേപ്പിൽ കുഴി എടുത്തിട്ടാണ് നമ്മൾ കല്ലിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലാണ്ട് ഇപ്പം വാനം ഫുൾ അങ്ങനെ വെട്ടുന്നില്ല, ഒരു എൽ ഷേപ്പ് അങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ കല്ലിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. പൂവെടുത്ത് കിണ്ടിന്ന് വെള്ളം എടുത്ത് നീരും പോവും, വിളക്കിന് കൊടുക്കണം. ഈ കല്ലിൽ കൊടുത്താൽ മതി. കല്ലിൻ്റെ കുറച്ചിട്ടാൽ മതി. പൂവും നീരും പൂവായിട്ട് 3 പ്രാവശ്യം. പന്ത്രണ്ട് 10 തുടങ്ങാമോ? 12-10 തുടങ്ങാം.
കാണാനല്ലേ കുത്തും കൂടെ കൊടുക്കണം. ഓ ഉണ്ട് ശകലം കൂടി ഉണ്ട്. കിഴക്കോട്ട് തിരിഞ്ഞാൽ ഓ വരും നിൽക്കണം, ഇനി ഇറങ്ങി വാ. അത് എഴുതണ്ടോ? ഈ സാധനം നോക്കിയോ? അതേട്ടാ ഒരു കോയിൻസ് കൂടെ തന്നു. പോകറ്റുണ്ട്. ക്യാമറ വയ്ക്കുമോ? വേണ്ട വേറെ ആദ്യം സ്വർണ്ണം വയ്ക്കും. ഇവിടെയാ പൈസ താത്ത് വയ്ക്കും. ചുറ്റിയോടെ മുടിയാണ്. ഒരു 3 വർഷം കിട്ടി. ചാക്കെടുത്ത് അതിൻ്റെ മറ്റേ ചാക്കേനെ എടുത്താൽ കൊണ്ടുവച്ചോ. തിരിഞ്ഞു കൊടുക്കണം. ഒരു കണ്ണ ഒരു ചെറിയ ഭക്ഷണം. ഒരു പിടിക്കണോ? ഷോപ്പിലാണ്ടാണ് ഒരു പിടിക്കണോ? ഓ അവിടെ പാമ്പേ നോക്ക് അത്ര വേണ്ട. ഒന്ന് പൊക്കിയാനൊക്കെ പുറത്താക്കാം.
പത്തെടുക്കും